തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നോർത്ത് പറവൂർ ചെട്ടിക്കാട് കുഞ്ഞിത്തൈ പാലം യാഥാർത്ഥ്യമാകുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ. വടക്കേക്കര പഞ്ചായത്തിലെ കുഞ്ഞിത്തൈയെയും ചെട്ടിക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെട്ടിക്കാട് കുഞ്ഞിത്തൈ പാലം ഈ വർഷം തന്നെ നിർമ്മിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉറപ്പ് നൽകി. സ്ഥലം ഏറ്റെടുക്കാൻ പറ്റായിരുന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ പണം ക്യാൻസലായി പോയതാണ്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥലം ഏറ്റെടുത്തു. അപ്പോൾ സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്താൽ പാലം പണിയാനുള്ള പണം നൽകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊരു 5 കോടി രൂപ അതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണത് ചെയ്യുന്നത്. നേരത്തെ 4 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് എടുത്തിരുന്നെങ്കിലും റേറ്റ് മാറിയതുകൊണ്ട് അത് 5 കോടി രൂപ ആവും. അതിനാവശ്യമായ തുക ഇപ്പോൾ ഉണ്ട്. 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും സോയിൽ ടെസ്റ്റും എല്ലാം നടത്തിയിട്ടുണ്ട്. ഡിസൈനിൽ മാത്രം ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് വളരെ പെട്ടെന്ന് കൊടുത്ത് അതിൻ്റെ ഭരണാനുമതി തീർച്ചയായിട്ടും ഇതിനാവശ്യമായ പണം 5 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. പഞ്ചായത്താണ് ഇതിനു മുമ്പ് സ്ഥലം ഏറ്റെടുത്തത്. നമ്മൾ അതിന് സ്ഥലം ഏറ്റെടുത്ത് വന്നാൽ ഉടനെ തന്നെ പണം കൊടുക്കാം എന്ന് പറഞ്ഞതിനനുസരിച്ചിട്ട് പണം നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ പാലം. പല കാരണങ്ങൾ കൊണ്ടാണ് അത് വൈകിപ്പോയത്. എങ്കിലും അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് പെട്ടെന്ന് തന്നെ ആരംഭിക്കാം. അത് നോക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടി എസ്റ്റിമേറ്റ് നമ്മൾ എടുക്കാൻ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ അനുവദിക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. മേജർ ഇറിഗേഷൻ വകുപ്പിനായിരിക്കും ഇതിന്റെ നിർമ്മാണ ചുമതല. വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയതായും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഇതിനു മുമ്പ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം വഴിയും PMGSY പദ്ധതി വഴിയും ഇതിനുവേണ്ടിയുള്ള വിശദമായ എസ്റ്റിമേറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിരുന്നുവെന്നും ഭരണാനുമതി ലഭിക്കുവാൻ കാലതാമസം വന്നതുകൊണ്ടാണ് ഈ പാലം സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലപരിശോധനയും വെള്ളിയാഴ്ച നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനീഷ് ചിറ്റാറ്റുകര, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനീഷ് ചിറ്റാറ്റുകര, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു സുവാസ്, മറ്റു ജനപ്രതിനിധികൾ, മേജർ ഇറിഗേഷൻ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാജു, അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് അജ്മൽ, ഇരുവശത്തെയും പരിസരവാസികൾ എന്നിവർ സംബന്ധിച്ചു. കൂടാതെ ഇതിനോടൊപ്പം PMGSY പദ്ധതിയിൽ ഉൾപ്പെട്ട വാവക്കാട് കോട്ടുവള്ളിക്കാട് പാലത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.